इसीलिए मैं इस बिल की मुखालिफत करता हूं। ये हिंदुस्तान के संविधान के खिलाफ है और ये उन लोगों की तौहीन है जिन्होंने इस मुल्क को आजाद करवाया। तो सन 57 की जंग आजादी हो या 1910 में महात्मा गांधी कैसे महात्मा बने मालूम मैडम? उन्होंने साउथ अफ्रीका के नेशनल रजिस्टर कार्ड को फाड़ दिया था, जला दिया था। इसीलिए जब महात्मा ने फाड़ा, मैं इस बिल को फाड़ता हूं। ये हिंदुस्तान को तोड़ने की कोशिश कर रहा है। AMI ലീഡർ മുഹമ്മദ് അസദുദ്ദീൻ ഒവൈസി ഇപ്പോൾ ഈ ബില്ല് വലിച്ചു കീറുന്നത് കാണുമ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ ലോക്സഭയിൽ നടക്കുന്ന നാടകീയ രംഗങ്ങളുടെ എത്രമാത്രം നാടകീയ രംഗങ്ങളാണ്, അതിൻ്റെ ഗ്രാവിറ്റി എത്രത്തോളമുണ്ട് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. ഉന്മേഷ്, ഇന്നത്തെ വാർത്താപ്പകലിൽ നിറഞ്ഞു നിന്നത് ഈ ഒവൈസി വലിച്ചെറിഞ്ഞ അല്ലെങ്കിൽ വലിച്ചു കീറിയ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച തന്നെയായിരുന്നു. അതെ, അമിത്ഷാ ബില്ലവതരണം തുടങ്ങിയപ്പോൾ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു. ബിൽ അവതരിപ്പിക്കുന്നു. പ്രധാനപ്പെട്ട ചോദ്യം പൗരത്വം നിർണ്ണയിക്കപ്പെടുന്നത് മതം കൊണ്ടാണോ എന്നുള്ളതാണ്. അസദുദ്ദീൻ ഒവൈസി ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ദൈവത്തിന്റെ പേരിലല്ല തുടങ്ങുന്നതെങ്കിൽ എന്തുകൊണ്ട് ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നു? പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മുസ്ലിങ്ങളെ മാത്രം എന്തുകൊണ്ട് ഇന്ത്യ പൗരരായി കണക്കാക്കുന്നില്ല എന്നാണ് ഒവൈസി ചോദിച്ചത്. ഹീറ്റഡ് ആയിട്ടുള്ള വളരെ ചൂടേറിയ ചർച്ച ഇപ്പോഴും ലോക്സഭയിൽ തുടരുക തന്നെയാണ്. ലോക്സഭയിൽ ഒരുപക്ഷെ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ഈ ദേശീയ പൗരത്വ ഭേദഗതി ബിൽ പാസ്സാക്കപ്പെടാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നു. നമ്മൾ ആരംഭിക്കുകയാണ്. ന്യൂസ് ട്രാക്ക് 170 10 മണിക്കുള്ള 1 മണിക്കൂർ ദൈർഘ്യമുള്ള വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ട്രാക്ക് 170 വിശദമായി വാർത്തകൾ പരിശോധിക്കുന്നു. ഇനി 1 മണിക്കൂർ നേരം ഇന്നത്തെ വാർത്താ പകലും വൈകുന്നേരവും കണ്ട പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം പോകുന്നത് ഇപ്പോഴും പാർലമെന്റിൽ ലോക്സഭയിൽ ചർച്ച തുടരുകയാണ് ദേശീയ പൗരത്വ ഭേദഗതി ബില്ലിൽ. ചർച്ചയ്ക്കിടെ ലോക്സഭയിൽ വലിയ പ്രതിഷേധമാണുണ്ടായത്. അസദുദ്ദീൻ ഒവൈസി പൗരത്വ ബിൽ കീറി എറിഞ്ഞു എന്നതാണ് ഈ വാർത്താ ബുള്ളറ്റിൻ തുടങ്ങുമ്പോൾ പ്രേക്ഷകരിലേക്ക് 24 എത്തിച്ച ദൃശ്യം. ഇന്ത്യയെ വീണ്ടും വിഭജിക്കുകയാണ് ബില്ലെന്ന് ഒവൈസി പറഞ്ഞു. ചൈനയിൽ നിന്നുള്ള അഭയാർത്ഥികളെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ലെന്ന് ഒവൈസി ചോദിക്കുകയും ചെയ്തു. സർക്കാരിന് ചൈനയെ പേടിയായോ എന്ന് ഒവൈസിയുടെ പരിഹാസവുമുണ്ട്. ലോക്സഭയിൽ ബില്ലിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. ഉന്മേഷ്, ഈ വാർത്ത നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അനുനിമിഷം പ്രതിപക്ഷത്തിൻ്റെയും പ്രതിഷേധം രാജ്യവ്യാപകമായി കനക്കുന്നതാണ് നമ്മൾ കണ്ടത്, അല്ലേ? തീർച്ചയായും ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിയാണ് ഈ ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. മതം എന്ന് പറയുന്നത് പൗരത്വത്തെ നിർണ്ണയിക്കുന്ന ഘടകമായി മാറുന്നുണ്ട്. ഭരണഘടന മതനിരപേക്ഷത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. റൈറ്റ്. മാത്രവുമല്ല, ഇന്ത്യൻ ഭരണഘടന ഒരു മതേതര ഭരണഘടനയാണ് എന്നുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയമായ അഭിമാനത്തിനെതിരെയുള്ള ചോദ്യം ചെയ്യലായിട്ടാണ് പ്രതിപക്ഷം അതിനെ കാണുന്നത്. ഇപ്പോൾ ഒവൈസി ചോദിച്ചതുപോലെ ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്നത് ഒരു ദൈവത്തിന്റെ പേരിലല്ല, തന്നതൊരു ദൈവത്തിന്റെ പേരിലല്ല. രാഷ്ട്രത്തിന് മതമില്ല. പൗരനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിലെ ഉദ്ദേശ ലക്ഷ്യമോ അല്ല എന്നാണ് ഇപ്പോൾ പ്രതിഷേധമുയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ ലോക്സഭയിൽ ചൂടേറിയ ചർച്ച നടക്കുകയാണ്. നമ്മുടെ പ്രതിനിധി രാധാകൃഷ്ണനുണ്ട്. രാവിലെ മുതൽ രാധാകൃഷ്ണൻ ഈ വാർത്തയുടെ പിന്നാലെയായിരുന്നു. ആർക്കെ, ഇതാ അർദ്ധരാത്രിയോട് അടുക്കാൻ പോകുന്നു. ഇപ്പോഴും പാർലമെന്റിൽ ചൂടേറിയ വാഗ്വാദങ്ങൾ നടക്കുകയാണ് പൗരത്വ ഭേദഗതി ബില്ലിന്മേലിൽ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അർദ്ധരാത്രിയോടുകൂടി ഈ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കപ്പെടുന്നു എന്നാണോ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്? നാടകീയമായ രംഗങ്ങൾ ഇനി എന്തുണ്ട് പ്രതീക്ഷിക്കാൻ? ബില്ല് ഇതിനകം തന്നെ ഒവൈസി വലിച്ചെറിഞ്ഞ് കളഞ്ഞു. എന്താണ് പ്രതിപക്ഷത്തിന്റെ ലോക്സഭയിലെ മൂഡ്? തീർച്ചയായിട്ടും പ്രതിപക്ഷം അവരുടെ സാധ്യമായ എല്ലാ ശക്തിയും സംഭരിച്ചുകൊണ്ടാണ് ലോക്സഭയിൽ ഈ ബില്ലിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. അവർ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ചർച്ചാവേളയിൽ പറയാനായിട്ട് പ്രതിപക്ഷം ശ്രമിച്ചിരിക്കുന്നു. അതിനൊരു ഹോംവർക്ക് ഒരുപക്ഷെ കോൺഗ്രസ് അംഗങ്ങളെക്കാൾ ഉപരിയായിട്ട് മറ്റ് ചില ചെറിയ പാർട്ടികളുടെ അംഗങ്ങൾ നടത്തി എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ കൂട്ടത്തിലേക്ക് ഏറ്റവും ശ്രദ്ധിക്കാവുന്നത് കേരളത്തിൽ നിന്ന് NK പ്രേമചന്ദ്രനും തോമസ് ചാഴിക്കാടനും അടക്കമുള്ളവർ നടത്തിയ പ്രസംഗങ്ങളാണ് എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അസറുദ്ദീൻ ഒവൈസി ഈ കൂട്ടത്തിൽ നമുക്ക് പെടുത്താം. അസറുദ്ദീൻ ഒവൈസി ഒരുപക്ഷെ ഈ ചർച്ചാവേളയിലെ ഏറ്റവും ചൂടേറിയ ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇതിൽ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ തന്നെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ചൈനയുമായി ബന്ധപ്പെട്ടാണ്. ചൈനയിൽ നിന്നുള്ള അഭയാർത്ഥികളെ ഇങ്ങനെയാണ് താല്പര്യമെങ്കിൽ, രാജ്യത്തിൻ്റെ താല്പര്യം ഇതാണെങ്കിൽ എന്തുകൊണ്ട് ചൈനയിൽ നിന്നുള്ള അഭയാർത്ഥികളെ
ഈ പട്ടികയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. മാത്രമല്ല ഇതൊരു ഹിറ്റ്ലറിൻ്റെ തന്ത്രമാണ് എന്ന് ഒവൈസി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ബില്ല് രാജ്യത്തെ രണ്ടായി വിഭജിക്കുന്ന ബില്ലാണ്, അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതാണ് എന്ന നിഗമനത്തോടു കൂടിയാണ് അദ്ദേഹം ആ ബില്ല് കീറി എറിഞ്ഞത്. സമാനമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വിവിധ കോണുകളിൽ നിന്നുണ്ടായി. അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ള എംപിമാർ നടത്തിയ പ്രതികരണങ്ങൾ അത് ഒരുപക്ഷെ ബില്ലിന് അനുകൂലമായിരുന്നു എന്നുള്ളത് സർക്കാരിന് ഒരുപക്ഷെ അനുഗ്രഹമായി, അല്ലെങ്കിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച ഉപസംഹരിച്ച് സംസാരിക്കുന്ന ഘട്ടത്തിൽ അമിത്ഷാ ഉയർത്തിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയായിരിക്കും. ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇപ്പോഴത്തെ സൂചനയനുസരിച്ച് ഏതാണ്ട് 10ഓളം അംഗങ്ങളെങ്കിലും ഇനി സംസാരിക്കാനായിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും അമിത്ഷാ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉപസംഹരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടി പറയുക. സ്പീക്കർ ഇപ്പോൾ ഈ എണ്ണം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 10 പേരെന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി കഴിഞ്ഞാലും ഈ ചർച്ച നീളുന്ന ഒരു സാഹചര്യം വരും. ഏതാണ്ട് 1 മണി സമീപനം സ്വീകരിക്കുന്നു ഈ ചർച്ചയിൽ എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലെ സവിശേഷ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. പ്രഖ്യാപിത നിലപാട് ശിവസേനയുടെ എന്താണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ബില്ലിന്മേലുള്ള ചർച്ചയിൽ ശിവസേന സ്വീകരിക്കുന്ന നിലപാട് ഉന്മേഷ്, ശിവസേന വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ബില്ലിനെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ അനുകൂലിക്കാൻ സാധ്യമാകുന്ന വിധത്തിലുള്ള എതിർപ്പുയർത്തി അല്ലെങ്കിൽ സംശയമുയർത്തി ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കാനാണ് ശിവസേന അംഗങ്ങൾ ശ്രദ്ധിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ശിവസേന അവരുടെ ഒരു വോട്ട് ബേസിനെ ബാധിക്കുന്ന ഒരു വിധ സമീപനത്തിലും തയ്യാറല്ല എന്ന സൂചന തന്നെയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ശിവസേന ഈ ബില്ലിനെ അനുകൂലിക്കുന്ന നിലപാടായിരിക്കും അവസാനം സ്വീകരിക്കുക എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. ആ വിധത്തിലുള്ള ഒരു പ്രസംഗവും ആ വിധത്തിലുള്ള ഒരു സമീപനവുമാണ് ശിവസേന എംപിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതും. രാധാകൃഷ്ണൻ, ഇനിയിപ്പോൾ മുന്നിലേക്കുള്ള കാര്യങ്ങൾ ഒന്ന്, ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ലോക്സഭയിൽ ഇനി സംസാരിക്കാനുള്ള 10 പേരും കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ ദേശീയ പൗരത്വ ഭേദഗതി ബിൽ ലോക്സഭ പാസ്സാക്കുന്നു. അടുത്തതായി നാളെ തന്നെ രാജ്യസഭയിൽ അമിത്ഷാ ഈ ബിൽ അവതരിപ്പിക്കുന്നു. അങ്ങനെ രാജ്യസഭയിലും ഈ ബില്ല് ചർച്ച ചെയ്യപ്പെടുന്നു. കൂടുതൽ കനത്ത പ്രതിഷേധം രാജ്യസഭയിലുണ്ടാവും. സ്വാഭാവികമായും കോൺഗ്രസിന് കുറച്ചുകൂടി സ്വാധീനം രാജ്യസഭയിലുണ്ട്. നാളെയും ഇതേപോലെ രാത്രി വരെ ഡിബേറ്റ് തുടരുന്നു. ബി.ജെ.ഡിയും ഒപ്പം തന്നെ ജെ.ഡി.യു അടക്കമുള്ള കക്ഷികളും ഇപ്പോൾ തന്നെ ബില്ലിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ശിവസേനയുടെ 3 എംപിമാരും രാജ്യസഭയിലുണ്ട്. ഇപ്പോൾ നിലവിൽ രാജ്യസഭയിൽ വേണ്ടത്ര ഭൂരിപക്ഷത്തിലേക്ക് ബി.ജെ.പിക്ക് ചെറുകക്ഷികൾ ഉൾപ്പെടുത്തി ഈ ബില്ലിൽ പിന്തുണ ഉറപ്പാക്കാൻ കഴിയുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് നടന്നതൊക്കെ നാളെ രാജ്യസഭയിലും സംഭവിക്കുന്നു. തീർച്ചയായിട്ടും അരുൺ സൂചിപ്പിച്ചതുപോലെ നാളെ രാജ്യസഭയിൽ കടുത്ത പ്രതിഷേധം ഉയരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അവിടെ കോൺഗ്രസിന് അല്പം ശക്തി കൂടുതലുണ്ട്. പക്ഷേ ഇപ്പോഴും ചില ചെറിയ കക്ഷികൾ, പ്രത്യേകിച്ച് AIADMK അവരുടെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, സർക്കാരിനെ അനുകൂലിക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ബിജു ജനതാദൾ സർക്കാരിനെ അനുകൂലിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തെലുങ്ക് ദേശത്തെ പോലെയുള്ള ചില കക്ഷികൾ അവർ സ്വീകരിക്കുന്ന നിലപാട് വലിയ പ്രാധാന്യമുള്ളതാകും. അവർ ഇപ്പോൾ സർക്കാരുമായി ഒരു അനൗപചാരികമായിട്ടുള്ള ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവർ ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാവുക. അതൊരു പക്ഷേ സർക്കാരിന് ഗുണകരമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. SP പോലെയുള്ള ചില പാർട്ടികളുമായും BJP ബന്ധപ്പെടുന്നുണ്ട്. SP അടക്കമുള്ള ചില പാർട്ടികളും ഈ ബില്ലിനെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് BJP നേതാക്കൾ നൽകുന്നത്. കാരണം അവരെന്തായാലും ഈ ബില്ല് പാസ്സാക്കിയെടുക്കുക എന്നുള്ളത് തങ്ങൾ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ്. അതുകൊണ്ട് അത് നിറവേറ്റാൻ സാധിക്കും എന്ന് തന്നെയാണ് BJPയുടെ ഫ്ലോർ മാനേജർമാർ ഇപ്പോഴും അവകാശപ്പെടുന്നത്. ഇന്ന് ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാക്കിയെടുക്കാൻ ഇത്ര തിടുക്കം കാട്ടുന്നത് തന്നെ നാളെ രാജ്യസഭയിൽ ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇത് പിന്നീടായാൽ ഒരുപക്ഷേ എന്തായാലും വരാൻ പോകുന്ന നിമിഷങ്ങൾ ഇന്ന് അർദ്ധരാത്രി വരെ ലോക്സഭയിൽ ചൂടേറിയ ചർച്ചയ്ക്ക് ഈ ബില്ല് കാരണമാകും. അതിനുശേഷം നാളെ രാജ്യസഭയിലും ഇതേ ബില്ല് അവതരിപ്പിക്കപ്പെടും. രാജ്യസഭയിലും കനത്ത പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് സംഭവിക്കുകയും ചെയ്യും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ ഉടൻ തന്നെ ബില്ല് പാസ്സാക്കപ്പെടുന്ന നിമിഷം തന്നെ സുപ്രീം കോടതിയിലേക്ക് ബില്ല് പോകുന്നു എന്നുള്ളതാണ്. പാസ്സാക്കപ്പെട്ട നിമിഷങ്ങൾക്കുള്ളിൽ സുപ്രീം കോടതി കയറാൻ പോകുന്നൊരു ബില്ലാണ്. ഈ ഘട്ടത്തിൽ നമുക്ക് അതേ പറയാൻ സാധിക്കുകയുള്ളൂ. രാജ്യസഭയിൽ ADMK പിന്തുണ പ്രഖ്യാപിച്ച സ്ഥിതിക്കും ബിജു ജനതാദൾ പിന്തുണ പ്രഖ്യാപിച്ച സ്ഥിതിക്കും RJD പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥിതിക്കും JDU പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലും ഈ ബില്ല് രാജ്യസഭയിലും ഒരുപക്ഷെ കംഫർട്ടബിളായി BJPക്ക് പുഷ് ചെയ്യാൻ സാധിക്കും. പക്ഷേ സുപ്രീം കോടതി
അതാണ് ഈ ബില്ലിന്റെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാവുന്ന ഏറ്റവും ഒടുവിലെത്തി നിൽക്കാൻ സാധ്യതയുള്ള സ്പേസ്. നമുക്ക് വരും ദിവസങ്ങളിൽ അത് കണ്ടറിയുകയും ചെയ്യാം. അരുൺകുമാർ, മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിൽ മജിസ്ട്രേറ്റിനെ തടഞ്ഞ സംഭവത്തിൽ ബാർ അസോസിയേഷൻ മാപ്പ് പറഞ്ഞു. മജിസ്ട്രേറ്റ് ദീപാമോഹനെ ഫോണിൽ വിളിച്ച അസോസിയേഷൻ ഭാരവാഹികൾ മാപ്പ് പറഞ്ഞു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബാർ അസോസിയേഷൻ സെഷൻസ് ജഡ്ജിക്ക് കത്ത് നൽകി. മജിസ്ട്രേറ്റിനെ തടഞ്ഞ സംഭവത്തിൽ നേരത്തെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, നേരത്തെ വലിയ വിവാദമായ സംഭവം, ഹൈക്കോടതി തന്നെ ഇടപെടുന്ന സാഹചര്യമുണ്ടായി, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തുകൊണ്ട് പോലീസിന്റെ നടപടിയും ഉണ്ടായി. ഇതിന്റെ പിന്തുടർച്ചയാണോ ഇപ്പോഴത്തെ മാപ്പപേക്ഷ? അതുതന്നെയാണ് ഉന്മേഷ്. കഴിഞ്ഞ നവംബർ 27-നായിരുന്നു വഞ്ചിയൂർ കോടതിയിൽ ഒരു കേസ് പരിഗണിക്കവേ, അതായത് വാഹനാപകട കേസ് പരിഗണിക്കവേ പ്രതിക്ക് ജാമ്യം റദ്ദാക്കിയതിനെ തുടർന്ന് അഭിഭാഷകർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റായ ദീപാമോഹനെ കോടതി മുറിയിൽ പൂട്ടിയിടുകയും തടഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്തത്. ഇതിനെ തുടർന്ന് വലിയ വിവാദമായിരുന്നു ആ പ്രശ്നം. അതിനുശേഷം ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി അടക്കം ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ ബാർ കൗൺസിലിൻ്റെ പരിശോധനാ റിപ്പോർട്ട് പരിഗണിക്കവെയാണ് അത്തരത്തിൽ ഈ പ്രശ്നം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നടക്കമുള്ള വാദങ്ങൾ ഉന്നയിച്ചത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അടിയന്തരമായ ഒരു കോംപ്രമൈസ് എന്ന നിലയിലേക്ക് വന്നത്. ഈ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് ബാർ അസോസിയേഷൻ, തിരുവനന്തപുരം ബാർ അസോസിയേഷൻ ഇക്കാര്യത്തിൽ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിൽ ജുഡീഷ്യൽ സംവിധാനത്തെ അട്ടിമറിക്കാനോ അല്ലെങ്കിൽ ജുഡീഷ്യൽ സംവിധാനത്തിൽ കളങ്കം വരുന്ന തരത്തിൽ പെരുമാറാനോ തങ്ങളില്ല എന്ന തരത്തിലേക്കുള്ള ഒരു കോംപ്രമൈസ് മട്ടിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പക്ഷേ അവിടെയും ഏറ്റവും പ്രധാനമായും ചർച്ചയായിരുന്നത് ഈ അഭിഭാഷകർക്കെതിരെ, അതായത് മജിസ്ട്രേറ്റ് ദീപാമോഹനെ തടഞ്ഞ അഭിഭാഷകർക്കെതിരെ വഞ്ചൂർ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ടായിരുന്നു. ഈ കേസ് പിൻവലിക്കുമോ എന്നുള്ള കാര്യമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയായി നിലനിന്നിരുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ ഈ മാപ്പ് കൂടി എഴുതി കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായത്. ജില്ലാ ജഡ്ജി വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷമാണ് അത്തരത്തിൽ ജില്ലാ ജഡ്ജിക്ക് തന്നെ തിരുവനന്തപുരം ബാർ അസോസിയേഷൻ മാപ്പ് എഴുതി കൊടുത്തത്. കൂടാതെ മജിസ്ട്രേറ്റ് ദീപാമോഹനെ ഫോണിൽ വിളിച്ച് ഇക്കാര്യത്തെക്കുറിച്ച് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായതെന്നായിരുന്നു അത്തരത്തിൽ ബാർ അസോസിയേഷന്റെ വിലയിരുത്തൽ. ഏതായാലും ഈ ഘട്ടത്തിൽ നമുക്ക് നിലവിൽ ഇപ്രകാരം മാപ്പ് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കേസ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ മജിസ്ട്രേറ്റ് തയ്യാറാകുമോ, അതല്ല ഇവിടെ വെച്ച് കേസ് ഒത്തുതീർപ്പാക്കാനാണോ സാധ്യത? അരുൺകുമാർ, ഇതിന് ആദ്യഘട്ടം എന്നോണം ബാർ കൗൺസിൽ ചെയർമാൻ വഞ്ചിയൂർ കോടതിയിലെത്തി ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് തന്നെ അത്തരത്തിൽ ബാർ കൗൺസിൽ ചെയർമാനോടക്കം നമ്മൾ ഇക്കാര്യം ചോദിച്ചിരുന്നു. അതായത് എന്ത് നടപടിയിലായിരിക്കും ഈ കേസ് പോവുക, അതല്ലെങ്കിൽ കേസ് തുടർന്ന് എങ്ങനെയായിരിക്കും പോവുക എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അഭിഭാഷകരാണ് സ്വാഭാവികമായും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്താൽ കോടതിയിലടക്കം കയറുന്നതിൽ വലിയ പ്രശ്നമുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ അന്നേരം ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു കോംപ്രമൈസിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ കേസ് പിൻവലിക്കാൻ തന്നെയാകും അടുത്ത നീക്കമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദീപാമോഹന്റെ ഭാഗത്ത് നിന്ന് അക്കാര്യത്തിൽ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആദ്യം മുതൽ തന്നെ ഈ അഭിഭാഷകർക്കെതിരെ ദീപാമോഹനം ഉറച്ചു നിന്നിരുന്നു. ലീവിലടക്കം പോകുമെന്നുള്ള കടുത്ത തീരുമാനത്തിലേക്ക് അടക്കം പോകുമെന്നുള്ളൊരു സൂചനയും ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയുള്ള ഇക്കാര്യവുമായി ബന്ധപ്പെട്ട നടപടി എന്ന് പറയുന്നത് ഈ കേസ് പിൻവലിക്കുകയും സ്വാഭാവികമായും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തിരുവനന്തപുരം ബാർ അസോസിയേഷൻ പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ ആൾക്കാർക്കെതിരെയാണ് അത്തരത്തിൽ കേസെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്. എന്തായാലും വഞ്ചിയൂർ കോടതിയിൽ ഉണ്ടായിരിക്കുന്ന ആ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ, കേസ് ഇവിടെ അവസാനിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ മാപ്പ് പറച്ചിലിലൂടെ നൽകുകയും ചെയ്തിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ കർണാടകയിലേക്ക് പോകുന്നു. ഉന്മേഷ, കർണാടക രാഷ്ട്രീയം ഇപ്പോൾ BJPക്ക് വലിയ ട്വിസ്റ്റുകളില്ലാത്ത ഒരു ബാക്കിയുള്ള ശിഷ്ടകാലം വിധിച്ചിരിക്കുകയാണ്. യെദ്യൂരപ്പയ്ക്ക് ഇനി ആരെയും കൂസാതെ ഭയക്കാം. 15 സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. 12 വിജയിക്കാൻ കഴിയുന്നു. ഇപ്പോഴും പലപ്പോഴും ഒരു സിനിമയേക്കാൾ കൂടുതൽ സസ്പെൻസ് നിറഞ്ഞു നിൽക്കുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പൊളിറ്റിക്കൽ എക്സസൈസ് അഥവാ ഈ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുക കൂറുമാറിയ ഒരു നേതാവിനെ ജനങ്ങൾ എങ്ങനെയായിരിക്കും സമീപിക്കുക എന്നാണ്. കോൺഗ്രസ് ധരിച്ചത് കൂറുമാറിയ 12 MLA-മാരെയും പരാജയപ്പെടുത്താനുള്ള സാധ്യതയാണ് മുന്നിൽ കണ്ടത്. പക്ഷേ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ കോൺഗ്രസിനെ ഞെട്ടിച്ചിരിക്കുന്നു. കൂറുമാറി MLA-മാർക്കൊപ്പമാണ് ജനഹിതം. അതെ, കൂറുമാറുന്ന ജനഹിതം അല്ലേ? അതാണ് കർണാടകയിൽ കണ്ടത്. കർണാടകയിൽ സംഭവിച്ചതാണ്. കർണാടക ഉപതെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ BJPക്ക് വൻ മുന്നേറ്റം. 15-ൽ 12 സീറ്റുകളും BJP സ്വന്തമാക്കി. 2 സീറ്റുകൾ കോൺഗ്രസ് നേടിയപ്പോൾ 1 സീറ്റ് നേടാനാകാതെ JDS തകർന്നടിഞ്ഞു. ഒരിടത്ത് BJP വിമതനായി മത്സരിച്ച സ്വതന്ത്രനാണ് ജയിച്ചത്. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യയും കോൺഗ്രസ് അധ്യക്ഷൻ ഗുണ്ടുറാവുവും രാജിവെച്ചു. ഏറെ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം സീറ്റുകളും നേടി BJP കരുത്തു കാട്ടിയപ്പോൾ കനത്ത പരാജയമാണ് കോൺഗ്രസിനും JDS-നും നേരിടേണ്ടി വന്നത്. തെരഞ്ഞെടുപ്പ് നടന്ന 15-ൽ 12 സീറ്റുകൾ BJP നേടിയപ്പോൾ അത്ര തന്നെ സിറ്റിംഗ് സീറ്റുകളാണ് കോൺഗ്രസിന് നഷ്ടമായത്. 3 സിറ്റിംഗ് സീറ്റുകൾ ഉണ്ടായിരുന്ന JDS-ന് ഇത്തവണ ഒന്നുപോലും നേടാനായില്ല. അത്താനി, ചിക്കബല്ലാപൂർ, ഗോഗക്, ഹിരേക്കരൂർ,
കാഗ്വാദ്, KR-പുര, കൃഷ്ണരാജ്പേട്ട്, മഹാലക്ഷ്മി ലേഔട്ട്, റാണി ബെന്നൂർ, വിജയനഗര, യെല്ലാപൂർ, യശ്വന്ത്പുര എന്നീ സീറ്റുകളാണ് BJP ജയിച്ചു കയറിയത്. ഒരിടത്ത് BJP വിമതനായി മത്സരിച്ച സ്വതന്ത്രൻ ശരത് കുമാർ ബച്ചഗൌഡയാണ് ജയിച്ചത്. കോൺഗ്രസിൽ നിന്ന് കൂറുമാറിയെത്തിയ MTB നാഗരാജിനെ ഹൊസക്കോട്ടയിലാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ശിവാജി നഗറിലും ഹുനുസുരുവിലുമാണ് കോൺഗ്രസിന് ജയിക്കാനായത്. ശിവാജി നഗർ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റും ഹുനുസുരു JDS-ന്റെ സിറ്റിംഗ് സീറ്റുമായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ 12 സീറ്റുകളടക്കം BJPക്ക് ഇപ്പോൾ സഭയിൽ 118 പേരുടെ അംഗബലമായി. നേരത്തെ 106 MLA-മാർ BJPക്കൊപ്പം ഉണ്ടായിരുന്നു. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 112 MLA-മാരുടെ പിന്തുണയാണ്. റിസർച്ച് ഡെസ്ക് 24. ഉന്മേഷ, ഈ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയ്ക്ക് ശേഷം മലയാളത്തിന്റെ ഒരു പ്രതീക്ഷയായിരുന്നു ഈ ഷെയ്ൻ നിഗം, അല്ലേ? പക്ഷേ ഷെയ്ൻ നിഗമിനെ സംബന്ധിച്ച് ഈ സിനിമ എന്നൊക്കെ പറഞ്ഞൊരു വെള്ളരിക്ക പട്ടണമാണ്. അവിടെ നായകൻ പറയുന്നു, നായകൻ സുപ്രധാനമായിട്ട് അഭിനയിക്കുന്നു. പക്ഷേ ഇന്ന് ഏറ്റവും ഒടുവിൽ പോലും ഷെയ്ൻ നിഗം എന്ന നടൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം അമ്മയെയും ഫെഫ്കയും ഒരേപോലെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വെച്ചുണ്ടായ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് തുടങ്ങാൻ പോകുന്ന സമയത്ത് ഷെയ്ൻ നിഗം വരും, 2 ഡയലോഗ് അടിക്കും. അതോടെ പ്രശ്നങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. ഇന്ന് സംഭവിച്ചതാണ്. അതെ, ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഇന്ന് അദ്ദേഹം ഈ ഷെയ്ൻ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് അടിച്ചത്, അല്ലേ? ഷെയ്ൻ എന്ത് പറ്റിയെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. തീർച്ചയായും നമ്മൾ ആ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. നടൻ ഷെയ്ൻ നിഗത്തിന്റെ വിലക്കുവാദത്തിൽ ചർച്ചകൾ അവസാനിപ്പിച്ച് സിനിമാ സംഘടനയായ അമ്മയും ഫെഫ്കയും. ഷെയ്ൻ നിഗം തിരുവനന്തപുരത്ത് നിർമ്മാതാക്കൾക്കെതിരെ നടത്തിയ പ്രസ്താവന പ്രകോപനപരമെന്ന് സംഘടനകൾ വിലയിരുത്തി. തന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഷെയ്ൻ നിഗം. പ്രൊഡ്യൂസേഴ്സിന് മനോവിഷമമാണോ മനോരോഗമാണോ നമ്മൾ തിരുവനന്തപുരത്ത് ഷൈൻ നിഗം നിർമ്മാതാക്കൾക്കെതിരെ നടത്തിയ ഈ പ്രസ്താവനയാണ് വിവാദ വിഷയത്തിലെ ചർച്ചയിൽ നിന്നും പിൻവാങ്ങാൻ സംഘടനകളെ പ്രേരിപ്പിച്ചത്. ഷൈൻ നിഗം നടത്തിയ പ്രസ്താവന പ്രകോപനപരമാണെന്ന് താരസംഘടനയായ അമ്മയും ഫെഫ്കയും വിലയിരുത്തി. അതുകൊണ്ട് തന്നെ വിഷയം ഇനി ചർച്ച ചെയ്യേണ്ടതില്ലെന്നാണ് സംഘടനകളുടെ തീരുമാനം. സർക്കാർ തലത്തിലും ഷൈൻ നിഗം നടത്തിയ പ്രസ്താവന തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതായാണ് സംഘടനാ നേതാക്കൾ പറയുന്നത്. എന്നാൽ തന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടില്ലെന്ന നിലപാടിലാണ് ഷൈൻ നിഗം. നമ്മൾ എന്തോരം തരം പ്രതിഷേധങ്ങൾ നാട്ടിൽ ചെയ്യുന്നു, ഇത് എന്റേതായ പ്രതിഷേധം, ഇത് എന്റെ രീതിയാണ്. ഇതിനിടെ ഷൈൻ നിഗം മന്ത്രി AK ബാലനുമായി കൂടിക്കാഴ്ച നടത്തി. ഷൈൻ നിഗം പ്രശ്നം ചർച്ച ചെയ്യാൻ അമ്മ ഭാരവാഹികളും ഫെഫ്ക ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണനും ഇന്നുച്ചയ്ക്ക് കൊച്ചിയിൽ യോഗം ചേർന്നിരുന്നു. ഇതിനുശേഷമായിരുന്നു ഷൈൻ തിരുവനന്തപുരത്ത് വിവാദ പ്രസ്താവന നടത്തിയത്. 24 തിരുവനന്തപുരം, കൊച്ചി. ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു നടനാണ്, അല്ലേ? ഒറ്റ വാക്കുകൊണ്ട് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ നായക നടന്മാരും എല്ലാ ആർട്ടിസ്റ്റുകളും പാലിക്കേണ്ട ഒരു മിതത്വമുണ്ട്, അല്ലേ? എനിക്കൊന്ന് മലയാള സിനിമയിലെ നടന്മാരിൽ നിന്ന് നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് യഥാർത്ഥത്തിൽ കാണുന്നത്. ചില പ്രത്യേക വിഷയങ്ങളിൽ ചില ബോൾഡായ തീരുമാനം എടുത്തിട്ടുണ്ട്. തിലകൻ എടുത്തിട്ടുണ്ട്, ഷമി തിലകൻ എടുത്തിട്ടുണ്ട്, പൃഥ്വിരാജ് എടുത്തിട്ടുണ്ട്, അല്ലേ? അതൊക്കെ വിഷയങ്ങളെ അധികരിച്ചിട്ടുള്ള നിലപാടുകളായിരുന്നു. പക്ഷേ ഇതിൽ ഷെയ്ൻ നിഗം എടുത്തിരിക്കുന്ന നിലപാട് സ്വാഭാവികമായും ഈ 2 സംഘടനകളെയും ഏറ്റവും ഒടുവിലും പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. ഡൽഹിയിൽ സംഭവിച്ചതാണ്. കേരളത്തിലെ 2 കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയത്തിൽ ലോക്സഭാ സ്പീക്കർ നടപടി ഉടൻ പ്രഖ്യാപിക്കും. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കെതിരെ മോശം പെരുമാറ്റം നടത്തിയെന്ന ആരോപണത്തിന്മേലാണ് ഡീൻ കുര്യാക്കോസിനെയും TN പ്രതാപനെയും പാർലമെന്റിന്റെ ശേഷിക്കുന്ന സമ്മേളന കാലയളവിൽ സസ്പെൻഡ് ചെയ്യണമെന്ന കേന്ദ്ര സർക്കാർ പ്രമേയം നൽകിയിരിക്കുന്നത്. ഉന്മേഷ്, ഇത് പറയുമ്പോൾ പ്രേക്ഷകർ കൺഫ്യൂസ്ഡ് ആവരുത്. നിലവിൽ സ്മൃതി ഇറാനിക്കെതിരെ മോശം പെരുമാറ്റം എന്ന് പറയുമ്പോൾ കൈ ചുരുട്ടിക്കൊണ്ട് പ്രതിഷേധിക്കുന്നതിന്റെ ഭാഗമായി ഈ 2 MP സഭയിൽ പ്രതിഷേധിച്ചു. അത് സഭയിലെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഒരു വൈകാരിക പ്രതികരണം എന്ന നിലയിൽ ആണ് ഈ 2 ആളുകളും അവരോട് പ്രതികരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഷ്യം. എന്തായാലും സ്പീക്കറായിരിക്കും തീരുമാനമെടുക്കുക. മാപ്പ് പറയാൻ 2 അംഗങ്ങളും തയ്യാറല്ല എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. റിപ്പോർട്ട് കാണാം. ലോകസഭയിൽ റൂൾ 376 പ്രകാരമായിരുന്നു കേന്ദ്ര സർക്കാർ പ്രമേയം. വനിതാ അംഗമായ സ്മൃതി ഇറാനിയോട് സഭാമര്യാദകൾക്കുപരി മോശമായി പെരുമാറിയെന്നാണ് പരാതി. TN പ്രതാപനെയും ഡീൻ കുര്യാക്കോസിനെയും ശേഷിക്കുന്ന സമ്മേളന കാലത്തേക്ക് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യണമെന്നാണ് പ്രമേയത്തിൻ്റെ ഉള്ളടക്കം. പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി റൂൾ 374 പ്രകാരം സഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. ऐसे हाथ ऊपर उठ के आगे आना ये ठीक नहीं है. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരി സർക്കാർ പ്രമേയത്തെ എതിർത്തു. വൈകാരികമായ വിഷയത്തിൽ സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധത ചൂണ്ടിക്കാട്ടുക മാത്രമാണ് അംഗങ്ങൾ ചെയ്തതെന്ന് അദ്ദേഹം വാദിച്ചു. किसी राजा का हवा महल है ये सदन, हिंदुस्तान की ये सदन. കോൺഗ്രസിന്റെ വാദം എന്നാൽ സ്പീക്കർ അംഗീകരിച്ചില്ല. അംഗങ്ങൾ മാപ്പ് പറയാത്ത സാഹചര്യത്തിൽ പ്രമേയത്തിന്റെ തുടർ തീരുമാനം താൻ പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു.
24 दिल्ली। किसी രാജാ കാ ഹവാ മഹൽ നഹി ഹെ എന്നുള്ളതാണ് ഇന്ന് ലോക്സഭയിലെ പ്രതിപക്ഷത്തിന്റെ നേതാവ് പറഞ്ഞത്. രാജാവിന്റെ കൊട്ടാരം, രാജാവിന്റെ കൊട്ടാരമല്ല സഭ എന്നുള്ളതാണ്. ഒരുപക്ഷെ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നല്ല പ്രയോഗങ്ങളിലൊന്നാണ്. പ്രതിഷേധിക്കും, വൈകാരികമായ പ്രകടനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ കേരളത്തിലെ നിയമസഭയിലേക്ക് വരും, എന്തൊക്കെ കാണണം അല്ലേ? റൈറ്റ്. രാജാവിന്റെ സഭ അല്ല, രാജാവിന്റെ കൊട്ടാരമല്ല സഭ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റും ഇന്ന് ലോക്സഭയിൽ നമ്മൾ കേൾക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. നമ്മെ നടുക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് ഒരു കുറവും വരുന്നില്ല, തുടർച്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലേക്കാണ്. മഹാരാഷ്ട്രയിൽ 5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി നാഗ്പൂരിൽ നടന്ന സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. അതിനിടെ ബീഹാറിൽ 23-കാരി യുവാവ് തീ കൊളുത്തി. 80% പൊള്ളലേറ്റ യുവതി ചികിത്സയിലാണ്. ഇന്നലെ വൈകിട്ടാണ് നാഗ്പൂരിലെ കൽമേശ്വറിനടുത്തുള്ള പാടത്ത് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നിലയിലായിരുന്നു മൃതദേഹം. കല്ലുകൊണ്ട് തലയ്ക്കടിച്ചതായാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും തലയ്ക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ വ്യക്തമാക്കി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 32-കാരനായ ഒരാളെ അറസ്റ്റ് ചെയ്തു. ഇയാളുടെ പേര് സഞ്ജയ് പുരി എന്നാണെന്ന് ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. വെള്ളിയാഴ്ച മുത്തശ്ശിയുടെ വീട്ടിൽ പോയ കുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കെയാണ് മൃതദേഹം ഇന്നലെ കണ്ടെത്തിയത്. അതിനിടെ ബീഹാറിലെ മുസഫർപൂരിൽ 23-കാരിയെ തീ കൊളുത്തി. പീഡന ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് തീ കൊളുത്തിയത്. യുവതി ശ്രീകൃഷ്ണ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വീട്ടിനകത്ത് അതിക്രമിച്ചു കയറിയായിരുന്നു ആക്രമണം. യുവതിയെ തീ കൊളുത്തിയ ഉടൻ പ്രതി ഇവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. സമീപവാസികളാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ന്യൂസ് ഡെസ്ക് 24. എന്തൊരു കഷ്ടമാണല്ലേ ഉന്മേഷം. നമുക്ക് എല്ലാ ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കാതിരിക്കാൻ കഴിയണമേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ എണ്ണം പെരുകി വരുന്നു. ഉന്നാവോയാണെങ്കിലും ഹൈദരാബാദ് ആണെങ്കിലും അല്ലേ, ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകളുടെ എണ്ണം പെരുകിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നടക്കുന്നത്. 5 വയസ്സുകാരിയുടെ വാർത്തയാണ് ഇന്ന് നമ്മൾ കൊടുക്കേണ്ടി വന്നത്. ക്രൂരമാണ് ഈ ലോകം, ഒപ്പം മനുഷ്യരും. ഹൈദരാബാദിൽ പോലീസ് വെടിവെച്ച് കൊന്നവരുടെ മൃതദേഹങ്ങൾ വെള്ളിയാഴ്ച വരെ സംസ്കരിക്കരുതെന്ന് തെലങ്കാന ഹൈക്കോടതി. ഇന്ന് രാത്രി 8 മണി വരെ സംസ്കരിക്കരുതെന്നായിരുന്നു ആദ്യ നിർദ്ദേശം. ഇതിനിടെ ഏറ്റുമുട്ടൽ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതി ബുധനാഴ്ച പരിഗണിക്കും. വ്യാജ ഏറ്റുമുട്ടൽ നടത്തി പ്രതികളെ വെടിവെച്ചു വന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്ന് കാട്ടി സാമൂഹ്യ പ്രവർത്തകർ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു തെലങ്കാന ഹൈക്കോടതി. കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ പോലീസ് പാലിച്ചിട്ടുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. വെടിവെപ്പുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകി. വ്യാഴാഴ്ച ഹർജികൾ വീണ്ടും പരിഗണിക്കാൻ തീരുമാനിച്ച തെലങ്കാന ഹൈക്കോടതി വെള്ളിയാഴ്ച വരെ മൃതദേഹങ്ങൾ സംസ്കരിക്കരുതെന്ന് ഉത്തരവിട്ടു. പ്രതികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സർക്കാർ നേരത്തെ കോടതിക്ക് കൈമാറിയിരുന്നു. അതേസമയം ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്ന അഭിഭാഷകരുടെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു. ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അഭിഭാഷകരായ GS മണി, പ്രദീപ് കുമാർ യാദവ് എന്നിവരാണ് ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെയെ സമീപിച്ചത്. 24 ഡൽഹി. ഉന്മേഷം, നമ്മൾ IFFK മണ്ഡലകാലത്തെ കുറിച്ചുള്ള വാർത്തയാണല്ലേ. തലസ്ഥാനത്തെ സിനിമ പൂരക്കാഴ്ചകൾ എനിക്കൊന്നും എല്ലാ വർഷങ്ങളിലും കൃത്യമായി മാലയിട്ട് ശബരിമലയ്ക്ക് പോകുന്നത് പോലെ ഈ IFFKയുടെ ഈ ഐഡന്റിറ്റി കാർഡും ഒക്കെ തൂക്കി സിനിമാ സാംസ്കാരിക പ്രവർത്തകർ തിരുവനന്തപുരത്ത് വരും അല്ലേ. വളരെ കൗതുകമുള്ള കാഴ്ച. ഉന്മേഷം പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. 3-4 തവണ നമ്മൾ തിരുവനന്തപുരത്തായിരുന്ന സമയത്ത് പങ്കുചേർന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് പോകാൻ കഴിയുന്നില്ല. എന്തായാലും ഇത്തവണ പ്രേക്ഷകർ ഓരോ തവണയും ഓരോ നല്ല ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും അല്ലേ. നമ്മളിന്ന് അങ്ങനെ ഒരു ചിത്രത്തിൻ്റെ കഥയെ പറയാൻ പോകുന്നു. പ്രേക്ഷകരെ ഞെട്ടിക്കാനെത്തുന്ന ഹൊറർ സിനിമയായ ഡോർലോക്കിനായുള്ള കാത്തിരിപ്പിലാണ് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കെത്തിയ സിനിമാ പ്രേമികൾ. രാത്രി 12 മണിക്ക് നിശാഗന്ധിയിലാണ് ചിത്രത്തിന്റെ പ്രദർശനം. 63 ചിത്രങ്ങളാണ് ഇന്ന് ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചത്. അല്ലമീൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അല്ലമീൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? 4ാം ദിവസമാണ് ഇന്ന് മേളയുടെ. അവിടെ നിന്നുള്ള വിശേഷങ്ങൾ. ഞെട്ടാൻ തയ്യാറായിരിക്കണോ അല്ലമീൻ? ഉന്മേഷം, ഞാൻ നിശാഗന്ധിയിലാണുള്ളത്. ഞെട്ടണമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അത്തരമൊരു കാത്തിരിപ്പിൽ തന്നെയാണ് ഈ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കെത്തിയ സിനിമാ പ്രേമികളൊക്കെ തന്നെയും. ദക്ഷിണ കൊറിയയിൽ തരംഗമായ സസ്പെൻസ് ത്രില്ലർ ഡോർലോക്ക്, അതിൻ്റെ ആദ്യ പ്രദർശനം, ഏക പ്രദർശനം, ഈ മേളയിൽ ഒരേ ഒരു പ്രദർശനം, അത് ഇന്ന് നടക്കുകയാണ്. 12 മണിക്ക് നിശാഗന്ധിയിലാണ് അതിൻ്റെ പ്രദർശനം നടക്കുക. അതിനുവേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് തന്നെയാണ് പ്രധാനമായും ഉള്ളത്. പ്രത്യേകിച്ച് ദക്ഷിണ കൊറിയയിലെ വളരെ തരംഗമായി മാറിയൊരു സിനിമയാണ്. മാത്രമല്ല ഈ സിനിമയുടെ ഏക പ്രദർശനം കൂടിയാണ്, മേളയിലെ ഏക പ്രദർശനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മേളയ്ക്കെത്തിയ എല്ലാവരും ആ അർത്ഥത്തിൽ ഒരു മിഡ് നൈറ്റ് സ്ക്രീനിങ്ങിൽ വിഭാഗത്തിലാണ് അത് പ്രദർശിപ്പിക്കുന്നത്.
പ്രദർശിപ്പിക്കുന്നത് 12 മണിക്ക്. 2 മണിക്കൂർ, ഏതാണ്ട് 2 മണിക്കൂർ ദൈർഘ്യം സിനിമയാണ്. അപ്പോൾ ഇത് 12 മണിക്കാണ് അതിൻ്റെ ഷോ തുടങ്ങുക. പക്ഷേ അതുപോലും കണക്കാക്കി ഇനി 10:30 ഷോ തുടങ്ങാനുണ്ട്. ഇതിനുൾപ്പെടെയാണ് നിരവധി ആളുകൾ ഇവിടേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഈ ഡോർ ലോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലീകോൺ ആണ് ഈ ഹൊറർ ത്രില്ലറിൻ്റെ സംവിധായകൻ. ഏകാഗിയായ ക്യൂമിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു അപരിചിതൻ നടത്തുന്ന കൊലപാതകമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. തീർച്ചയായിട്ടും അത് പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു സിനിമയായിരിക്കുമെന്ന് തന്നെയാണ് സിനിമ റിവ്യൂവിലും മറ്റുമൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് കണക്കാക്കി നിരവധി ആളുകൾ ഇവിടേക്കും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 63 ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിച്ചു. അതിൽ ലോക സിനിമാ വിഭാഗത്തിൽ 35 സിനിമകളാണ് ഇന്ന് പ്രദർശിപ്പിച്ചത്. അപ്പോൾ മലയാളം വിഭാഗത്തിൽ ഇഷ്ക്, അതുപോലെ തന്നെ പ്രിയാനന്ദൻ്റെ സൈലൻസർ, മധു സി നാരായണൻ്റെ കുമ്പളങ്ങി നൈറ്റ്സ്, സലീം അഹമ്മദിൻ്റെ ആൻഡ് ദി ഓസ്കാർ ഗോസ് ടു, ശ്യാമപ്രസാദിൻ്റെ ഒരു ഞായറാഴ്ച, ജയരാജ് സംവിധാനം ചെയ്ത രൗദ്രം എന്നീ ചിത്രങ്ങളും ഇന്ന് പ്രദർശിപ്പിച്ചു. വലിയ തിരക്ക് തന്നെയാണ് ഈ മേളകളിലൊക്കെ തന്നെ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 63 ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിച്ചു. അതിൽ ഏറ്റവും വേറിട്ട് നിന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ സിനിമാ പ്രേമികളുടെ മനസ്സിലിടം നേടിയത് ഫാഹിം ഇർഷാദിൻ്റെ ആനി മാനി, സെസാർ ഡൈസ് സംവിധാനം ചെയ്ത അവർ മദേഴ്സ്, യാങ്പിങ് ഡാവോയുടെ മൈ ഡിയർ ഫ്രണ്ട് എന്നീ മത്സര ചിത്രങ്ങളാണ് പ്രധാനമായും ആളുകൾ ഒരു ശ്രദ്ധാകേന്ദ്രമായത്, അല്ലെങ്കിൽ ഇന്നത്തെ ചർച്ചാ വിഷയമായത്. നാളെയും അതുപോലെ 63 ചിത്രങ്ങൾ തന്നെയാണ് പ്രധാനമായും പ്രദർശിപ്പിക്കുന്നത്. ഏതായിരുന്നാലും സിനിമാ പ്രേമികളുടെ വലിയ ഒരു നിര തന്നെ നമുക്ക് ഇവിടേക്ക് കാണാം. 10:30 യങ് അഹമ്മദ് എന്ന് പറയുന്നൊരു സിനിമയുടെ പ്രദർശനമുണ്ട്. അതിലേക്കുള്ള ഒരു തിരക്കാണ്, അല്ലെങ്കിൽ അതിലേക്ക് ഇപ്പോൾ പ്രേക്ഷകരെ, സിനിമാ പ്രേമികളെ കടത്തിവിടുകയാണ്. ചില സുഹൃത്തുക്കൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ ഒരു പ്രതികരണത്തിലേക്ക്. ഇപ്പം ബ്രോ, സിനിമയൊക്കെ കണ്ടോ? എങ്ങനെയുണ്ട്? വളരെ നല്ല സിനിമകളാണ്. ഇതിനിപ്പോൾ ഏതിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പം ലാസ്റ്റ് ഒരു പടം ഡോർ ലോക്ക് പടത്തിനായിട്ട്. ഇപ്പോൾ കഴിഞ്ഞതിൽ ഏത് സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? കഴിഞ്ഞത് മൊത്തത്തിൽ ഈ ഫെസ്റ്റ് ഫുള്ളായിട്ട് കണ്ടതിനകത്താണോ? ഫെസ്റ്റ് ഫുള്ളായിട്ട് കണ്ടതിനകത്ത് പാപ്പിച്ച എന്ന് പറയുന്ന പടം, ബലൂൺ, പിന്നെ ഇനിയിപ്പോൾ സ്ക്രീനോട് ചെയ്യാൻ പോകുന്ന പടമുണ്ട് എം അഹമ്മദ്, നല്ല പടമുണ്ട്. അതെ അതെ അതെ. റിവ്യൂ കുഴപ്പമൊന്നും വേറൊന്നും അറിയില്ല, കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, കാണാം. അതെ, നിരവധി പേർ ഈ ഒരു റിവ്യൂ തന്നെ പ്രധാനമായും ഡോർ ലോക്ക് തന്നെയാണ് ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രമാകുക. ഈ 63 ചിത്രങ്ങൾ ഇന്ന് പ്രദർശന രംഗത്തുണ്ടെങ്കിലും ഇനി 2 ചിത്രങ്ങൾ ഇവിടെ വരാനുണ്ട്. നേരത്തെ പിന്നെ ആനിമാനി ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ശ്രദ്ധാകേന്ദ്രമായെങ്കിലും ഇനി വരാനിരിക്കുന്നതിലും ഇന്ന് പ്രേക്ഷകർ അവരുടെ ഷെഡ്യൂളിൽ പ്രധാനമായും നിശ്ചയമായും ഉൾപ്പെടുത്തിയിരുന്നതും ഈ പറഞ്ഞ ഡോർ ലോക്കാണ്. ഏതായാലും 12 മണിക്കാണ് അതിൻ്റെ പ്രദർശനം. ഇപ്പോൾ 10:30 യങ് അഹമ്മദ് എന്നുള്ള സിനിമയും പ്രദർശിപ്പിക്കും. സിനിമാ പ്രേമികളുടെ ഒരു ഒഴുക്ക് അത് ആ നിലയിൽ തുടരുന്നുണ്ട്. ആവേശവും അതുപോലെ തന്നെ ആഹ്ലാദവും ഒക്കെ തിരതല്ലുന്ന ഒരു അവസ്ഥ തന്നെയാണ് തിരുവനന്തപുരത്തെ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ കാഴ്ചകളിൽ നിന്ന് നമുക്ക് എടുത്തു പറയാനാവുക. റൈറ്റ് അല്ലമീൻ, എന്തായാലും ഇന്ന് രാത്രിയിൽ ഡോർ ലോക്ക് കണ്ട് ഞെട്ടട്ടെ, ഞെട്ടിയിട്ട് നാളെ രാവിലെ നേരത്തെ ഉണരട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ് അല്ലമീൻ. റൈറ്റ്, ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്കാണ്. കൊച്ചി നഗരത്തിലെ രാത്രി കാഴ്ചകളുമായി ഞങ്ങളുടെ പ്രതിനിധി അബ്ദുൾ റഹീം ചേരുന്നു. സൈക്കിൾ സവാരിയുമായാണ് രാത്രി കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നത്. ആഹാ, സൈക്കിളിലേക്കാണല്ലോ റഹീം. എന്താണ് ഉദ്ദേശം? എങ്ങോട്ടാണ് യാത്ര? നമ്മള് കൊച്ചി അരുൺ, ഇന്ന് നമ്മളെപ്പോഴും കൊച്ചി നഗരത്തിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിൽ കാറ് അല്ലെങ്കിൽ ബൈക്ക് അത്തരം വാഹനങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ സൈക്കിളുകൾ നഗരത്തിലുണ്ട് എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയാണ് ഞാൻ ഇന്നത്തെ യാത്ര ഈ ഒരു സൈക്കിളിലാക്കിയത്. ഇത് അപ്പോൾ തോന്നുന്നു ഇത് എൻ്റെ സൈക്കിളാണെന്ന് തോന്നും, പക്ഷേ ഇത് എൻ്റെ സൈക്കിളല്ല. ഇത് നമ്മുടെ സ്വന്തം കൊച്ചി മെട്രോയുടെ സൈക്കിളാണ്. കൊച്ചി മെട്രോ ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. അതായത് മെട്രോ സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥലത്തൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് എത്തേണ്ട സ്ഥലങ്ങളിൽ ചിലപ്പോൾ മെട്രോയിൽ എത്തുന്നവർക്ക് ഒരുപക്ഷെ ഓട്ടോയോ അല്ലെങ്കിൽ മറ്റു ഊബർ അങ്ങനെയുള്ള ഇതൊക്കെ വിളിച്ചു പോകേണ്ട ഒരു സ്ഥിതിയിൽ നിന്ന് മാറി അവർക്ക് തന്നെ ആക്സസ് ചെയ്ത് അവർക്ക് പെട്ടെന്ന് പോയി തിരികെ എത്താൻ ഒരു വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ ഒരു സൈക്കിള് മെട്രോ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ആ സൈക്കിളിലാകാം ഇന്നത്തെ ഇത്തരത്തിലെ ഒരു മെട്രോയുടെ കൊച്ചി നഗരത്തിൻ്റെ കാഴ്ചകൾ കാണാൻ ഇറങ്ങുന്നതെന്ന് എന്ന് വിചാരിച്ചാണ് ഇന്നത്തെ യാത്ര മെട്രോയിലാക്കിയത്. ഏതായാലും നല്ലൊരു ഫീലിംഗ് ആണ് കൊച്ചി നഗരത്തിലെ രാത്രി കാഴ്ചകളൊക്കെ ഇത്തരത്തിൽ സൈക്കിളിൽ ചുറ്റി നടന്ന് കാണാം എന്നുള്ളത്. വേണമെങ്കിൽ അരുൺകുമാറിനും ഒരു ദിവസം വേണമെങ്കിൽ ഈ സൈക്കിൾ ഉപയോഗിക്കാമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷകരമാണ്. കാര്യം ഈ സൈക്കിള് നമ്മളെ നാട്ടിൽ പരിചയപ്പെടുത്തിയ നമ്മുടെ രാജു റാഫേൽ ഉണ്ടല്ലോ, ഈ നഗരങ്ങളിൽ സൈക്കിൾ ഉപയോഗിക്കുന്ന രീതി അല്ലേ. രാജു റാഫേൽ ആംസ്റ്റർഡാമിലെ സൈക്കിളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ റഹീം, കുറേ കാലം ഈ ഓഫീസിലേക്ക് വരലും ഒക്കെ സാവധാനം നമുക്ക് ഇങ്ങനെ പതുക്കെ സൈക്കിളിലേക്കാക്കാം. അതിനുശേഷം രാജു കണ്ട റഹീം കണ്ട അത്തരത്തിൽ കാരണം പറഞ്ഞോളൂ. കാരണം ഇത്തരത്തിലേ അത് ഞാൻ പറഞ്ഞു വന്നത് സ്വാഭാവികമായും കൊച്ചി നഗരത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എവിടെയും കാണാൻ കഴിയുന്ന ഒന്ന്
ബ്ലോക്കുകൾ മാത്രമാണ്. എല്ലാ മേഖലകളിലും സർവ്വ മേഖലകളിലും നമുക്ക് ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ആ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഓഫീസിലേക്കുള്ള യാത്രയും ഇത്തരത്തിലൊരു സൈക്കിളിലാക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു കയ്യിൽ മൈക്കുണ്ട്. നമ്മുടെ കൊച്ചിയാണ്, നമുക്ക് സൈക്കിൾ ഓടിച്ച് പരിചയമുള്ള ആളുകളെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു നഗരവും കൂടിയാണ്. നഗരം മാത്രമല്ല, കേരളത്തിൽ പൊതുവെ. എന്തായാലും ഈ രാത്രി കാഴ്ചകളും ഈ സൈക്കിൾ സവാരി കാഴ്ചയും തന്നതിന് നന്ദി അറിയിക്കുന്നു. എന്തായാലും സുരക്ഷിതമായി തിരിച്ചെത്തുക. ഇപ്പോൾ ഉന്മേഷേ, ഈ സൈക്കിൾ യാത്ര ചെയ്യുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ നമ്മൾ സൈക്കിൾ യാത്ര ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ സൈക്കിൾ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യമുള്ള യാത്ര മറ്റ് വാഹനങ്ങൾ ഓടിക്കുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷേ അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ട്. സൈക്കിൾ ബേ ഉണ്ട്. അതെ, ഇവിടെ അതുണ്ടോ എന്നുള്ളതാണ്. സൈക്കിൾ ബേ ഇല്ല. ഉള്ള ബേ പോലും ഓട്ടോറിക്ഷ ബേ ആയി മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എനിവേ, എന്തായാലും നമ്മൾ ഈ വാർത്താ ബുള്ളറ്റിൻ തുടരുകയാണ്. ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്താനുണ്ട്. ന്യൂസ് ട്രാക്ക് 1/7 വളരെ പെട്ടെന്നൊരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാമുണ്ട്. വെൽക്കം ബാക്ക്. ന്യൂസ് ട്രാക്ക് 1/7 തുടരുകയാണ്. ഇപ്പോൾ ലോക്സഭയിൽ ചൂടേറിയ വാഗ്വാദങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ പൗരത്വ ഭേദഗതി ബിൽ മറുപടി പറയുന്നു. ഒരു തരത്തിലും ഭരണഘടനാ വിരുദ്ധമല്ല ബിൽ എന്നാണ് അമിത്ഷാ ഇപ്പോൾ പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ മതപീഡനത്തിനിരയായി തീർന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള ബിൽ മാത്രമാണിതെന്നാണ് അമിത്ഷാ പറയുന്നത്. मान्यवर, मैं ये सब इसलिए बताता हूं कि ये जो बिल लेकर सरकार आई है इसकी एक पृष्ठभूमि, और ये दोनों देशों के सरकारों ने एक दूसरे को विश्वास दिलाया था कि पाकिस्तान के अंदर जो हिंदू, सिख, बौद्ध, जैन, क्रिश्चियन, पारसी हैं, उनके ही पाकिस्तान ध्यान रखेगा. यहाँ पर भी जो माइनॉरिटी है, मुसलमान है, क्रिश्चियन है, पारसी है, बौद्ध है, जैन है, उसका हिंदुस्तान ध्यान रखेगा, भारत ध्यान रखेगा. मगर ऐसा हुआ नहीं. मान्य ऐसा हुआ नहीं. मैं उस पर बाद में आऊंगा. मगर 1950 का नेहरू लियाकत समझौता मान्यवर धरा का धरा रह गया. अब मैं जरा जिन 3 देशों से लघुमती को हम नागरिक बनाने का वादा इस बिल के माध्यम से कर रहे हैं, माइनॉरिटी को नागरिक बनाने का वादा कर रहे हैं, वो 3 देशों के संवैधानिक स्टेटस पर जाना चाहता हूं, उनके राज्य की स्थिति पर जाना चाहता हूं. मान्यवर, अफगानिस्तान इस्लामिक रिपब्लिक ऑफ अफगानिस्तान के अनुच्छेद 2 में निम्नलिखित प्रावधान किया है. पवित्र धर्म इस्लाम इस्लामिक रिपब्लिक ऑफ अफगानिस्तान का धर्म है. मतलब वहां पर इस्लाम को राज्य के धर्म के रूप में मान्यता दी है. पाकिस्तान इस्लामिक रिपब्लिक ऑफ पाकिस्तान के संविधान के अनुच्छेद 2 में लिखा गया है पाकिस्तान राज्य का धर्म इस्लाम होगा. പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ഭരണഘടനകൾ പ്രകാരം ഇരു രാജ്യങ്ങളും ഇസ്ലാം മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഭരണ സംവിധാനമാണ് തുടരുന്നതെന്ന് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെ ഹിന്ദുക്കൾ, അവിടെ പാഴ്സികൾ, ജൈനന്മാർ തുടങ്ങിയവർ ന്യൂനപക്ഷമാണ് എന്നുള്ളത് കോൺഗ്രസ് തന്നെ പല ഘട്ടങ്ങളിലായി പറയുകയും ചെയ്തിട്ടുള്ളതാണ്. राज्य धर्म इस्लाम है, इसको मान्यता हमने नहीं दी है. मानी वहां के मैं आता हूं, सब बोलूंगा भाई, एक एक चीज का जवाब दूंगा. बाद में आपको चाहिए तो कल सुबह तक बैठूंगा, मुझे टोकिए मत. मान्यवर, तीनों राज्यों के देशों के जो धर्म संविधान के अंदर लिखे गए हैं वो बताना इसलिए जरूरी है कि वहां पर माइनॉरिटी को न्याय मिलने की संभावना इसी से क्षीण हो जाती है, लगभग समाप्त हो जाती है. मान्यवर, उसके बाद में मैं क्या हुआ डिटेल में बहुत सारे सदस्यों ने बताया है, कितनी प्रताड़ना हुई, कैसी घटनाएं हुई, वो बाद में बताऊंगा. मगर ये दोनों तथ्य बताने के बाद मैं ये स्थिति से आगे सदन को ले जाना चाहता हूं कि जो उसके बाद में 40-50 साल में हुआ वो क्या हुआ. 1980 നെഹ്റുവും ലിയാഖത്തും തമ്മിൽ ഒരു വ്യവസ്ഥയുണ്ടാക്കിയിരുന്നു. ആ വ്യവസ്ഥ പ്രകാരം ഇരു രാജ്യങ്ങളും ഇരു രാജ്യത്തുമുള്ള
ന്യൂനപക്ഷങ്ങളെ ചേർത്തുപിടിച്ച് സംരക്ഷിച്ചുകൊള്ളുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. പക്ഷേ അത് നടന്നില്ല, അമിത്ഷാ പറയുന്നു. ആർട്ടിക്കിൾ 14 ഏതെങ്കിലും തരത്തിൽ റീസണബിൾ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനോടുകൂടി അഥവാ യുക്തിപരമായ വിവേചനത്തോടുകൂടി നിയമനിർമ്മാണം നടത്തുന്നതിന് തടസ്സമല്ലെന്നും അമിത്ഷാ. ദേശീയ പൗരത്വ ഭേദഗതി ബിൽ അവതരിപ്പിച്ചുകൊണ്ട് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അമിത്ഷാ പറയുന്നു. ഒന്ന്, താൻ ചെയ്യുന്നത് നെഹ്റു ലിയാഖത്ത് പ്ലാൻ 1980 ഒപ്പിട്ടതിന്റെ ഭാഗമായുള്ള വ്യവസ്ഥയുടെ തുടർച്ച. നമ്പർ 2, ആർട്ടിക്കിൾ 14 എതിരല്ല. നമ്പർ 3, ഇത് ഭരണഘടനാ വിരുദ്ധമല്ല. നമ്പർ 4, ഈ ബില്ല് അൺകോൺസ്റ്റിറ്റ്യൂഷണലേ അല്ല. എല്ലാവർക്കും ഞാൻ ഉറപ്പു നൽകുന്നു, ഇത് ആർട്ടിക്കിൾ 14 ലംഘിക്കുന്നില്ല. जो हिंदू, सिख, बौद्ध, ईसाई, जैन, पारसी है, क्रिश्चियन है, इनका दोष क्या है? क्या दोष है उनका? उनको इस प्रकार से छीन कर दिया गया। हम चाहते हैं मान्यवर कि उनका अस्तित्व बना रहे और सम्मान के साथ दुनिया के पर से। मान्यवर इनको बिठा दीजिए, इनको बिठा दीजिए। और मान्यवर ലോക്സഭയിൽ വീണ്ടും ബഹളം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ ഹിന്ദു, പാഴ്സി, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന, സിഖ് വംശത്തിൽപ്പെട്ട മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ മതപീഡനത്തിൽ രക്ഷിക്കാനുതകുന്ന ബില്ല്. ഭരണഘടനാ വിരുദ്ധമല്ല ഈ ബില്ല്. ലിയാഖത്ത് നെഹ്റു പാക്ടിന്റെ തുടർച്ചയാണ് ഈ ബില്ല്. मान्यवर और आप लोग पूरी दुनिया देख रही है। भारत के संविधान को कोई कह रहा है कि हिंदू राष्ट्र बनने जा रहा है। भारत का संविधान पक्षपात कर रहा है। मैं आज आपको बताना चाहता हूं भारत में क्या हुआ। मान्यवर, भारत के अंदर 1951 में 84% हिंदू था और 2011 में वो 84% से घटकर 79% हुआ। यहां पर आबादी नहीं बढ़ी है, वहां पर आबादी बढ़ी है। और मुस्लिम 1951, सुन लो भाई, 1951 में मुस्लिम। അമിത്ഷാ വീണ്ടും ജനസംഖ്യാ തിയറിയുമായി എത്തുന്നു ലോക്സഭയിൽ. 1951 में यहाँ पर मुसलमान 9.8% था, आज 14.23% है। 9% നിന്ന് 14% മുസ്ലിം പോപ്പുലേഷൻ വളർന്നുവെന്ന ഒരു കണക്കാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ലോക്സഭയിൽ പറയുന്നത്. പൗരത്വം മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിർവചിക്കാത്ത ഭരണഘടനയുള്ള നാട്ടിൽ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി മതത്തിന്റെ കണക്കെടുപ്പ് നടത്തി പൗരത്വത്തിന്റെ ആധാരം മതമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ. धर्म के आधार पर वहीं की अल्पसंख्यकों के साथ अत्याचार हो रहा है, प्रताड़ना हो रही है, तो भारत मुख्य दर्शक बनकर रह नहीं सकता। उनको बचाना पड़ेगा, उनको सम्मान देना पड़ेगा, उनको स्वीकारना। मान्यवर, इसलिए अब मैं फिर से आर्टिकल 14 पर आता हूं। आर्टिकल 14 में कहा गया है कि समानता का अधिकार संसद को कानून बनाने से, समानता का अधिकार जिसमें न हो ऐसे कानून संसद नहीं बनाए। मैं मानता हूं, मगर ये कोई क्लास के लिए नहीं हुआ है, कोई एक धर्म के लिए नहीं हुआ है, कोई एक धर्म के लिए नहीं हुआ है, एक क्लास के लिए हुआ है, माइनॉरिटी के लिए हुआ है। हिंदू, सिख, बौद्ध, जैन, पारसी, क्रिश्चियन, ये सारी माइनॉरिटी के लिए हुआ है। अगर इसमें से सिर्फ पारसियों के लिए करते तो आर्टिकल 14 जरूर आ गया था मान्यवर। अगर सिर्फ बौद्धों के लिए करते आर्टिकल 14 जरूर सामने रास्ते में आता। सिर्फ हिंदुओं के लिए करते तो भी आर्टिकल 14 जरूर इसका वायोलेशन होता। सिर्फ सिखों के लिए करते तो भी आर्टिकल 14 का जरूर वायोलेशन होगा। मगर एक प्रताड़ित क्लास के लिए, प्रताड़ित माइनॉरिटी के प्रोटेक्शन के लिए अगर कानून करते हैं तो आर्टिकल 14 कहीं पर മൈനോറിറ്റിക്ക് അഥവാ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന രീതിയിലാണ് നിയമനിർമ്മാണമെങ്കിൽ അത് ആർട്ടിക്കിൾ 14 ലംഘനമാവില്ല, ആർട്ടിക്കിൾ 14 ലംഘനമാവില്ലെന്നാണ് അമിത്ഷാ പറയുന്നത്. എന്തുകൊണ്ട് 3 രാജ്യങ്ങൾ തിരഞ്ഞെടുത്തുവെന്ന ചോദ്യത്തിനും അമിത്ഷാ മറുപടി പറയുന്നു. ഇസ്ലാമിക് നിയമങ്ങൾ രാജ്യത്തിന്റെ പൊതു നിയമമാണെന്ന ഭരണഘടനയിൽ പ്രഖ്യാപിച്ച 3 രാജ്യങ്ങൾ, ആ 3 രാജ്യങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്.
ഹിന്ദുക്കളെ അപേക്ഷിച്ച് മുസ്ലിങ്ങളുടെ ജനസംഖ്യയുടെ പെരുപ്പം കൂടുതലാണെന്നും അമിത്ഷാ ലോക്സഭയിൽ പറയുന്നു. एक मिनट बैठिए ना, तो वो आर्टिकल 14 को वायोलेट नहीं करती है? क्यों नहीं करता है? वो भी करेगा. मान्यवर मान्यवर मुझे रक्षण देना चाहिए. मैंने सबको सुना है, मुझे सुनना चाहिए इन लोगों. ലോക്സഭയിൽ മുസ്ലിം ജനസംഖ്യാ പെരുപ്പത്തിന്റെ കണക്ക് പറഞ്ഞ അമിത്ഷായ്ക്കു നേരെ കനത്ത പ്രതിഷേധം. ആർട്ടിക്കിൾ 14 ലംഘിക്കുന്നില്ലെന്നും ഭരണഘടനയെ ലംഘിക്കുന്നില്ലെന്നും ആവർത്തിച്ചു പറയുന്ന അമിത്ഷാ. बैठ जाइए दादा, बैठ जाइए. मान्यवर, ये बिल നെഹ്റു ലിയാഖത്ത് പ്ലാനിന്റെ തുടർച്ചയാണ് തന്റെ ബിൽ. എന്തുകൊണ്ട് 3 രാജ്യങ്ങൾ മാത്രം തന്റെ ബില്ലിൽ? ഈ 3 രാജ്യങ്ങളും ഇസ്ലാമിക് നിയമം രാജ്യത്തിന്റെ പൊതു നിയമമാണെന്ന് ഭരണഘടനയിൽ പ്രസ്താവിച്ചിരിക്കുന്ന രാജ്യങ്ങളായതുകൊണ്ട്. जो बिल है वो किसी के प्रति, किसी भी धर्म के प्रति भेदभाव से युक्त नहीं है. केवल और केवल उन लघुमतियों के प्रति ये बिल एक पॉजिटिव भाव लेकर आया है जो ये 3 देशों के अंदर प्रताड़ित है. और जो प्रताड़ित है वो शरणार्थी, वो शरण में आता है. वो घुसपैठिया नहीं हो सकता. वो भाग कर आया है, वो वहां से भाग कर आया है. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ മൈനോറിറ്റികൾ, ന്യൂനപക്ഷങ്ങൾ ഇരയാക്കപ്പെടുന്നത് കണ്ടു നിന്നാൽ, അപഹസിക്കപ്പെടുന്നത് കണ്ടു നിന്നാൽ, പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടു നിൽക്കാൻ മാത്രം ഇന്ത്യ ഒരു നിശബ്ദ പാവയല്ല എന്നാണ് അമിത്ഷാ പറയുന്നത്. ഈ 3 ഇസ്ലാമിക് നിയമങ്ങളുള്ള രാജ്യങ്ങളിലും ന്യൂനപക്ഷത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുന്നു അമിത്ഷാ. माननीय सदस्यगण, मैं फिर आपसे आग्रह कर रहा हूं, आप पूरा जवाब सुनो, बीच में टोका टोकी नहीं किए कोई. और मैं आपको മൈനോറിറ്റി അഥവാ ന്യൂനപക്ഷം പീഡിപ്പിക്കപ്പെടുന്നത് കണ്ട് കൈയും കെട്ടി നിൽക്കാൻ മാത്രം ഒരു നിശബ്ദ പാവയല്ല ഇന്ത്യ എന്നാണ് അമിത്ഷാ പറയുന്നത്. താൻ ചെയ്യുന്നത് ഇസ്ലാമിക് നിയമങ്ങൾ പൊതു നിയമങ്ങളായ രാജ്യത്തെ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണം മാത്രമാണെന്നും അമിത്ഷാ മറുപടി പറയുന്നു. ലോക്സഭയിൽ നാടകീയ രംഗങ്ങൾ. വീണ്ടും പ്രതിപക്ഷത്തിന്റെ ബഹളത്തിൽ സഭ പ്രക്ഷുബ്ധമാവുന്നു. माननीय अध्यक्ष जी, मैं सबको कहना चाहता हूं कि अध्यक्ष जी जो अनुमति देंगे वो सारे सवालों के जवाब मेरे भाषण के बाद भी दूंगा. कृपया मेरे भाषण में आप मुझे बोलने दीजिए. बाद में आप सवाल पूछे दादा, बीच में खड़े मत. तो ये बिल ना आर्टिकल 14, ना 21, ना 25 किसी का वायोलेशन करता है. मान्यवर, ये पूर्ण रूप से संविधान की दृष्टि से ये बिल ठीक है. ആർട്ടിക്കിൾ 14ന്റെയോ ആർട്ടിക്കിൾ 21ന്റെയോ ആർട്ടിക്കിൾ 25ന്റെയോ ലംഘനം നടത്തുന്നില്ല ഈ ബിൽ എന്നാണ് അമിത്ഷാ ഇപ്പോൾ പറഞ്ഞത്. 51 और 67 का हमने साइन किया है, हमने कभी साइन नहीं किया है. आपकी तो क्या बोले? പ്രതിപക്ഷം അമിത്ഷായുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നു. नहीं, वो ठीक है, मगर हमने कोई रेफ्यूजी पॉलिसी को स्वीकार नहीं किया है. और शशि थरूर जी ने कहा, मैं फिर से श्रीमान ഒരഭയാർത്ഥി ചട്ടത്തിലും അഭയാർത്ഥികളോടുള്ള സമീപനത്തിലും തങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ലെന്നും അമിത്ഷാ. कोई रेफ्यूजी पॉलिसी की जरूरत नहीं है. हमारा कानून पर्याप्त है. भारत सरकार तय करे वो सारे നമ്മളുടെ നിയമങ്ങൾ പര്യാപ്തമാണ്, നിയമ സംവിധാനങ്ങൾ പര്യാപ്തമാണ്. पॉलिसी की जरूरत नहीं. उन्होंने कहा, बहुत अच्छा इतिहास का उदाहरण दिया कि पारसी गुजरात के किनारे आए, एक दूध का ग्लास भेजा राजा ने, उन्होंने अंदर शक्कर डाली,
और उन्होंने कहा कि हम घुल मिल कर रह जाइए, ये हमारी परंपरा है, पार्टी को स्वीकार लिया। ആർട്ടിക്കിൾ 14 ലംഘിക്കുന്നില്ല എന്ന് അമിത്ഷാ പറഞ്ഞതിന്റെ ന്യായീകരണം കൂടി ഇപ്പോൾ പറയുന്നു. ഹിന്ദുക്കൾക്കും പാഴ്സികൾക്കും വേണ്ടി മാത്രമാണ് നിയമം ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത് ആർട്ടിക്കിൾ 14 ലംഘനമാകുമായിരുന്നു. പക്ഷേ ഇത് ഹിന്ദുക്കൾക്കും പാഴ്സികൾക്കും മാത്രമല്ല, മറ്റ് 4 മൈനോറിറ്റികൾക്കും കൂടി നിയമം നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമം ആർട്ടിക്കിൾ 14 സമത്വാവകാശത്തിന്റെ ലംഘനമാകുന്നില്ല. താൻ ചെയ്യുന്നത് ഇസ്ലാമിക് നിയമങ്ങൾ രാജ്യധർമ്മം എന്ന ഭരണഘടനയിൽ എഴുതി പിടിപ്പിച്ച 3 രാഷ്ട്രങ്ങളിലെ മൈനോറിറ്റികളുടെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം മാത്രമാണ്. അവർ പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടു നിൽക്കാൻ മാത്രം നിശബ്ദ പാവയല്ല ഇന്ത്യ എന്നാണ് അമിത്ഷാ പറയുന്നത്. उन्होंने एक बड़े शान से एक शेर पढ़ा कि लम्हों ने खता की थी और सदियों ने सजा पाई थी। मैं यही कह रहा हूं, लम्हों ने सजा की थी, लम्हों ने गलती की थी, खता की थी और सदियों ने सजा पाई है। मगर अब ये नरेंद्र मोदी जी प्रधानमंत्री है, लम्हों की खता अब नहीं होगी, ना सदियों तक सजा प्राप्त करने का मौका आएगा। मान्यवर, ये खता हम नहीं करने वाले, ये खता हम नहीं करने वाले हैं। किसी भी व्यक्ति को अपने परिवार की बहन बेटियों को, बहुओं को बचाने के लिए यहाँ ना पड़े और हम न ले, उसका धर्म बचाने के लिए यहाँ ना पड़े और हम न ले, हम उसको नागरिकता दे, ये गलती हम नहीं कर सकते। ഈ രാജ്യം മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു നിയമത്തിന്റെ ആവശ്യവും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അമിത്ഷാ പറയുന്നത്. उन्होंने कहा कि 2 नेशन थ्योरी श्री सावरकर की थी या नहीं थी, इस विवाद में मैं जाना नहीं चाहता, मगर जिन्ना साहब ने जब 2 नेशन थ्योरी ദ്വിരാഷ്ട്ര സിദ്ധാന്തം അവതരിപ്പിച്ചത് സവർക്കറാണെന്ന് പ്രതിപക്ഷം പറയുന്നു. അത് ശരിയോ തെറ്റോ ആണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നില്ല. പകരം അത് നടപ്പിലാക്കിയത് ജിന്നയാണ്. मान्यवर महात्मा गांधी ने कहा था, मान्यवर महात्मा गांधी ने कहा था कि इस देश के अगर टुकड़े होंगे तो गांधी जी के मृतदेह पर होंगे, और कांग्रेस पार्टी ने धर्म के आधार पर इस देश के विभाजन को स्वीकार कर ये सारी चीजें आज इसके आधार पर, मान्यवर धर्म के आधार पर देश का विभाजन कांग्रेस पार्टी ने स्वीकार किया था, ये ऐतिहासिक सत्य है. മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിച്ചത് കോൺഗ്രസ് ആണെന്ന പതിവ് പല്ലവി വീണ്ടും പഴയ പല്ലവി ആവർത്തിക്കുന്നു അമിത്ഷാ. സവർക്കറാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം കൊണ്ടുവന്നതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തോട് അത് ശരിയോ തെറ്റോ ആവട്ടെ, പക്ഷെ ജിന്ന കൊണ്ടുവന്നതല്ലേ നടപ്പാക്കിയതെന്ന് ചോദിക്കുന്നു അമിത്ഷാ. मान्यवर दयानिधि मारन जी ने कहा कि आप पाक ऑक्यूपाई कश्मीर को मानते हो, उसके नागरिकों को नहीं मानते हो। दयानिधि मारन साहब, आपको वास्तविकता मालूम नहीं। पाक ऑक्यूपाई कश्मीर भी हमारा है, उसके नागरिक भी हमारे हैं, और आज भी कश्मीर की असेंबली के अंदर 26 सीट हम इसके लिए रिजर्व रखे, 24 सीटें रिजर्व रखे। आपको मालूम नहीं है, बोलना सरल है और बोले के हिसाब से करना बड़ा कठिन है। और मान्यवर उन्होंने कहा श्रीलंका के लोगों को क्यों नहीं दिया। मैंने सुबह भी जब पुनर्स्थापन के वक्त विरोध आया था तब कहा था कि अलग अलग समय पर अलग अलग प्रकार से नागरिकता दी गई है। जैसे विभाजन के बाद सभी को दी गई, जो आए वो सभी को दी गई। 71 में बांग्लादेश से आए दी गई, दंडकारण्य में 1959 में जो बांग्लादेश से आए दी, तमिलनाडु के जो भाई लंका से आए उसको भी दी गई। 3 लाख लोगों को उनकी प्राकृतिक वृद्धि के साथ ശ്രീലങ്ക 1991 ഹിന്ദു ജനസംഖ്യ 84%. 2011 അത് 79% കുറഞ്ഞു എന്ന് അമിത്ഷാ പറയുന്നു. മുസ്ലിം ജനസംഖ്യ 2011 9.8% 91 ഇപ്പോഴത് 14.23% അമിത്ഷാ പറയുന്നു. കണക്കുകൾ നിരത്തി അമിത്ഷാ പറയുന്നു ഇത് വിവേചനത്തിനുള്ള നിയമമല്ല, ആർട്ടിക്കിൾ 14 ലംഘനമല്ല,
നെഹ്റുവിന്റെയും ലിയാഖത്ത് പ്ലാനിന്റെയും തുടർച്ചയായിട്ടാണ് ഈ ബിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് അമിത്ഷാ പറയുന്നത്. ഭരണഘടനാ ലംഘനമല്ലെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അമിത്ഷാ പറയുന്നത് എന്തുകൊണ്ട് ഈ 3 രാജ്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ഈ 3 രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ആ രാജ്യം ഭരിക്കപ്പെടുന്നത് ഇസ്ലാം നിയമപ്രകാരമാണ് എഴുതി വച്ചിരിക്കുന്നത്. ആ രാജ്യത്തെ മൈനോറിറ്റി ന്യൂനപക്ഷം ഈ പീഡനം അനുഭവിക്കുന്നത് ഭാരതത്തിന് ഒരു നിശബ്ദ പാവയെ പോലെ നോക്കിക്കൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്നാണ് അമിത്ഷാ ഇപ്പോൾ മറുപടിയായി പറയുന്നത്. അമിത്ഷായുടെ പ്രസംഗം ലോക്സഭയിലും തുടരുകയാണ്. ന്യൂസ് ട്രാക്ക് 1710 ഇവിടെ അവസാനിക്കുന്നു. ഇനി വരാൻ പോകുന്ന മണിക്കൂറിലും രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നതും ഈ ദേശീയ പൗരത്വ ബില്ലായിരിക്കും. എന്തായാലും ഈ ചർച്ചകൾ സസൂക്ഷ്മം പ്രേക്ഷകരിലേക്ക് തത്സമയം ഞങ്ങൾ എത്തിക്കുകയും ചെയ്യാം. തൽക്കാലം ഞങ്ങൾ ഇവിടെ പറയുന്നു. ന്യൂസ് ട്രാക്ക് 1710 നിന്ന് ഗുഡ് നൈറ്റ്. പ്രവചനങ്ങൾ തെറ്റിച്ച വാർത്താവതരണവുമായി 24 അഭിമാനത്തിന്റെ ഒരു വർഷം.